ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ മെറ്റിൻ മേരി ജോസ്. ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു. ഒരുപാട് പേര് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് നിന്ന് പോളിസി എടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് നിന്ന് ഡീറ്റെയിൽസ് ചോദിച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ എല്ലാം കഴിയുമ്പോൾ അവർക്ക് തിരക്കായിരിക്കും, നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ നേരം ഉണ്ടാവില്ല, പല രീതിയിൽ. അപ്പം ഞാൻ ഓരോ വീഡിയോസിലും ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാറുണ്ട്, ചെറിയ സംശയങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ എന്നെ വാട്സപ്പ് ചെയ്യാനായിട്ട് ഞാൻ പറയാറുണ്ട്. അപ്പോൾ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുന്നതിൽ കൂടുതലും എനിക്ക് വാട്സാപ്പിലാണ് കോൾസും അല്ലെങ്കിൽ മെസ്സേജസും ഒക്കെ വരുന്നത്. അപ്പോൾ ഞാനെപ്പോഴും പറയാറുണ്ട്, കോൾ ചെയ്യല്ലേ, നിങ്ങൾ മെസ്സേജ് അയക്കുക. കാരണം കോൾ ചെയ്യുമ്പോൾ ഞാനെപ്പോഴും ഫ്രീ ആയിക്കൊള്ളണം എന്നില്ല. കാരണം ഞാൻ ഓൾറെഡി ഒരു ഏജൻറ്റാണ്. എനിക്ക് എൻ്റെ കസ്റ്റമേഴ്സിൻ്റേതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, വർക്കുകളുണ്ട്. അപ്പോൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴാണോ നിങ്ങൾക്ക് ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഞാൻ ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യും. അപ്പോൾ വാട്സപ്പിൽ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു എൻക്വയറി നടത്തുമ്പോൾ ഞാൻ അവരുടെ ഡീറ്റെയിൽസ്, അതായത് എനിക്ക് മെസ്സേജ് ചെയ്യുന്നവരുടെ ഡീറ്റെയിൽസ് ഞാൻ അങ്ങോട്ട് ചോദിക്കാറുണ്ട്. ഞാനൊരു 17 ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കുന്നുണ്ട് നമ്പർ ഇട്ട്. അതായത് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, നിങ്ങളുടെ മന്ത്ലി സാലറി, പ്രീമിയം ബഡ്ജറ്റ്, നിങ്ങളുടെ ഇമെയിൽ ID, നിങ്ങൾ വർക്ക് ചെയ്യുന്ന NRI ആണോ നാട്ടിലാണോ, വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേര്, നിങ്ങളുടെ ഡെസിഗ്നേഷൻ, ഓൾറെഡി പോളിസികൾ ഉണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ പോളിസി നമ്പർ, പിന്നെ സർവീസിങ് ഏജൻറ് ഉണ്ടോ, അവരുടെ സാറ്റിസ്ഫൈഡ് ആണോ, സർവീസ് സാറ്റിസ്ഫൈഡ് ആണോ, എൻ്റെ അടുത്തുനിന്ന് ജോയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ, ഇനി പോളിസി കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ എന്നാണ് ജോയിൻ ചെയ്യുന്നത്, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ പലരും കറക്റ്റായിട്ട് ആൻസർ ചെയ്യാറുണ്ട്. അവരുടെ അടുത്ത് ഞാൻ പ്രൊസീഡ് ചെയ്യാറുണ്ട്. ചിലർ ഇതിൽ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യില്ല, ചിലത് മാത്രം ആൻസർ ചെയ്യുള്ളൂ. അപ്പോൾ അവർക്ക് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ പോളിസികളുടെ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ ഞാനൊരു കൺസൾട്ടേഷൻ ഫീ വെച്ചിട്ടുണ്ട്. എൻ്റെ കസ്റ്റമേഴ്സിന് ആവശ്യമില്ല, എൻ്റെ കസ്റ്റമേഴ്സിന് എന്ത് സംശയങ്ങൾക്കും എന്നെ വിളിക്കാം. അല്ലാത്തവർക്ക് ഞാൻ കൺസൾട്ടേഷൻ ഫീ വെച്ചിട്ടുണ്ട്. 1000 റുപ്പീസാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അത് കൺസൾട്ടേഷൻ ഫീ എന്ന് പറഞ്ഞാലും എൻ്റെ അടുത്തു നിന്നാണ് പോളിസി ജോയിൻ ചെയ്യുന്നത് എങ്കിൽ ഞാൻ ഈ എമൗണ്ട് റീഫണ്ട് ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ ഈ 1000 റുപ്പീസ് ഞാൻ കൺസൾട്ടേഷൻ ഫീ ആയിട്ട് എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി സർവീസിങ് ഏജൻറ് ഉണ്ടാവാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഏജൻറ്റ്സ് ഉണ്ടാവാം. എൻ്റെ വീഡിയോ കണ്ടിട്ട് പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏജൻറ്റിനെയോ അല്ലെങ്കിൽ സർവീസിങ് ഏജൻറ്റിനെയോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതല്ല എന്നെ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ ഞാൻ ഈ കൺസൾട്ടേഷൻ ഫീ ചാർജ് ചെയ്യും. എൻ്റെ അടുത്ത് നിന്ന് എടുക്കുന്നവർക്ക് ഞാനത് റീഫണ്ട് ചെയ്യും. അതല്ലാത്തവർക്ക് അത് ഞാൻ എൻ്റെ കൺസൾട്ടേഷൻ ഫീ ആയിട്ട് എടുക്കും. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ മാത്രം എനിക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഞാൻ ഈ 17 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഒരു പോളിസി നിങ്ങൾക്ക് തരാൻ പറ്റുമോ, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് തരാൻ പറ്റും എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ LIC പോളിസി എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റ് ആണ്. ഒരു കസ്റ്റമർ ആളുടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് ഇത് LICയിൽ സബ്മിറ്റ് ചെയ്യണോ, അത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്നത് LIC ആണ്. അതായത് അണ്ടർറൈറ്റർ ആണ് ആ പോളിസി അവർക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോളിസി ജോയിൻ ചെയ്യുമ്പോൾ അതിൽ ഫസ്റ്റ് അണ്ടർറൈറ്റർ എന്ന് പറയുന്നത് ഏജൻ്റാണ്. അതായത് അവർക്ക് എത്രത്തോളം പോളിസി കൊടുക്കാൻ പറ്റും, എങ്ങനെയുള്ള പോളിസി കൊടുക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 17 ക്വസ്റ്റ്യൻസ്, അതായത് പ്രപ്പോസൽ ഫോമിലുള്ളതിൻ്റെ ഒരു കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ ചോദിക്കുന്നത്. കാരണം പലരുടെ അടുത്തും നമ്മൾ എല്ലാ ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞ് കഴിയുമ്പോഴായിരിക്കാം ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ആ പോളിസി ചേരാൻ പറ്റാത്ത എന്തെങ്കിലും അവസ്ഥ അവർക്ക് ഉണ്ടാവാം. അപ്പോൾ അനാവശ്യമായിട്ട് രണ്ടുപേരുടെയും സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 17 ക്വസ്റ്റ്യൻസ് ഇടുന്നത്. ചിലരെ സംബന്ധിച്ച് ആ പേഴ്സണൽ ഡീറ്റെയിൽസ് എനിക്ക് തരാനായിട്ട് പേടിയായിരിക്കാം. അങ്ങനെയുള്ളവർ എന്നെ കോണ്ടാക്ട് ചെയ്യണ്ട. നിങ്ങളുടെ അടുത്തുള്ള ഏജൻറ്റിനെയോ അല്ലെങ്കിൽ പരിചയമുള്ള ഏജൻറ്റിനെയോ കോണ്ടാക്ട് ചെയ്യാം. എൻ്റെ അടുത്ത് നിന്ന് ഒരു സർവീസ് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ കുറിച്ചിട്ടും ഏകദേശം ഒരു ധാരണ ഉണ്ടാവണം, എന്നാലാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഈ 1000 റുപ്പീസ് കൺസൾട്ടേഷൻ ഫീ വെച്ചിരിക്കുന്നത്. കാരണം ഒരുപാട് പേര് എന്നെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഇതിൽ ആവശ്യക്കാരേതാ, ആവശ്യമില്ലാത്തവരേതാ, ജെന്യുവൻ ആയിട്ടുള്ളത് ഏതാ, എനിക്ക് ആദ്യത്തെ ഒരു ഇതിലൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല.
അപ്പോൾ 1000 rupees കൊടുക്കണം എന്ന് പറയുമ്പോൾ ആവശ്യക്കാർ മാത്രമാണ് അത് ചെയ്യുള്ളൂ. അതും പോളിസി എൻ്റെ അടുത്ത് നിന്ന് എടുക്കുവാണെങ്കിലാണ് ഞാനത് റീഫണ്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ വെച്ചിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് പോളിസി എടുത്താൽ മാത്രമാണ് ഞാനത് റീഫണ്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം എന്നെ കോണ്ടാക്ട് ചെയ്യുക. കാരണം ഞാൻ എന്നെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പിന്നീട് പ്രൊസീഡ് ചെയ്താൽ മതി. കാരണം എല്ലാവരുടെയും സമയത്തിന് വിലയുണ്ട്. എൻ്റെ സമയം നിങ്ങളുടെ സമയം അനാവശ്യമായിട്ട് കളയണ്ട. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ എന്നെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഞാനിപ്പോൾ LICയിലെ ഇപ്പോൾ നിലവിലുള്ള എല്ലാ പോളിസികളും ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചില പോളിസികൾ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പിന്നെ ചിലർ ചോദിക്കാറുണ്ട്. കാരണം ഞാൻ ചാലക്കുടി ബ്രാഞ്ചാണ് ഞാൻ ഏജൻറ്റ്. അപ്പോൾ ഒരുപാട് അകലെ നിന്നുള്ള എൻക്വയറി വരുമ്പോൾ അവരുടെ ചിലപ്പോൾ തൊട്ടടുത്ത് ഒരു LIC ബ്രാഞ്ച് ഉണ്ടാവാം. അപ്പോൾ ആ ബ്രാഞ്ചിൽ അവർക്ക് ചെയ്യാൻ പറ്റുമോ, അവരുടെ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. ഞാൻ പറയാറുണ്ട്, അതായത് ഞാൻ പോളിസി ചേർക്കുമ്പോൾ ചാലക്കുടി ബ്രാഞ്ചായിരിക്കും പോളിസി ചേർക്കുന്നത്. പിന്നെ ഇന്ത്യയിലുള്ള ഏത് ബ്രാഞ്ചിലേക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പോളിസി ട്രാൻസ്ഫർ ചെയ്ത് തരാം. ഇനി ചാലക്കുടി ബ്രാഞ്ചാണ് ചേർക്കുന്നത് എങ്കിലും ഇപ്പം പ്രീമിയം അടയ്ക്കാനോ അല്ലെങ്കിൽ മറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഏത് ബ്രാഞ്ചിൽ വേണമെങ്കിലും ചെയ്യാം. പിന്നെ എൻ്റെ കസ്റ്റമേഴ്സ് ഓൾമോസ്റ്റ് എല്ലാവരും ഓൺലൈനായിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ എൻ്റെ അടുത്ത് ഇപ്പം അകലെയുള്ളവരൊക്കെ ജോയിൻ ചെയ്യുന്നവർ എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഇപ്പം ഞങ്ങളുടെ അടുത്ത് ഏജൻറ്റ് ഇല്ലാതെ അല്ല, പക്ഷെ അവർ പറഞ്ഞു തന്നതിൽ കൂടുതൽ കാര്യങ്ങൾ മറ്റും പറഞ്ഞു തന്നുകൊണ്ടാണ് എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഞാൻ പോളിസി യൂട്യൂബ് തുടങ്ങിയിട്ട് 1 yearൽ കൂടുതലായി. എൻ്റെ പലരും റിന്യൂവൽ ഇയർലിയൊക്കെ ചേർന്നവർ റിന്യൂവലൊക്കെ അടച്ചു. അപ്പോൾ പലരും പറയാറുണ്ട്, ഇപ്പോൾ ചെക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റിന് അവിടെ നിന്ന് വരണ്ട, ഞങ്ങളുടെ അടുത്ത് ബ്രാഞ്ച് ഉണ്ട്, ഞങ്ങളിവിടെ അടച്ചോളാം. ഇല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഞാൻ ചിലർക്കൊക്കെ ഓൺലൈൻ ഞാൻ തന്നെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാറുണ്ട്, യൂസർ ID പാസ്വേഡും കൊടുക്കാറുണ്ട്. ചിലർ സ്വയം ചെയ്യാറുണ്ട്. കൂടുതലും ഓൺലൈനായിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ ഞാനിപ്പോഴും ഒരുപാട് കസ്റ്റമേഴ്സിനെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല, ലിമിറ്റഡ് ആയിട്ടാണ് ഞാൻ ചേർക്കുന്നുള്ളൂ. അവർക്ക് കറക്റ്റ് സർവീസ് എന്നുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത്. കാരണം എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഞാൻ പറയാറുണ്ട്, തമ്പുരാൻ എന്നെ ഇങ്ങനെ ഓടിക്കണോടത്തോളം കാലം നിങ്ങളുടെ പോളിസിയിൽ ഒരു സർവീസിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ട് വരില്ല. അതെപ്പോഴും ഞാൻ അവിടെ ചെന്നിട്ടല്ല, നമുക്കല്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കസ്റ്റമർ ഗുരുവായൂരാണ്. അപ്പോൾ ഇയർലി പ്രീമിയം ആണ്, ആൾ പുറത്താണ്. അപ്പോൾ ഞാൻ കസ്റ്റമർ ആപ്പ് വഴി എങ്ങനെ അടയ്ക്കുന്നതെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു അതിൽ ട്രൈ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെക്ക് സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് വാങ്ങിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ അത് ചെയ്തു. ഞാൻ ഫോണിൽ സംസാരിച്ചിട്ടാണ് എല്ലാം ചെയ്തത്. കാരണം ഓരോ ഇത് ചെയ്യുമ്പോഴും ആളുടെ ഫെഡറൽ ബാങ്ക് ആണ്, അപ്പോൾ ഫെഡറൽ ബാങ്ക് അത് കാണുന്നില്ല. അപ്പോൾ സെയിം ടൈം ഞാനും ഈ ആപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് തന്നെയാണ് അത് ചെയ്തത്. സക്സസ് ആയി, ചെയ്തു. അപ്പോൾ ആ രീതിയിൽ, അതായത് വീട്ടിൽ വന്ന് എല്ലാം ചെയ്യാമെന്നല്ല, ആവശ്യമെങ്കിൽ വീട്ടിൽ വരും, അതല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈൻ ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ ചെയ്യും. അപ്പോൾ എൻ്റെ അടുത്ത് വിളിക്കുമ്പോൾ, ഇപ്പോൾ എക്സിസ്റ്റിംഗ് പോളിസിയുടെ ഡീറ്റെയിൽസിന് എന്നെ വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ആ ചേർത്ത ഏജൻറ്റിൻ്റെ ഒരു പരാജയമാണ്. കാരണം ഞാൻ ഒരു കസ്റ്റമർ ഒരു പോളിസി ചേർക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിന് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ ലയബിളാണ്. അതുപോലെയാണ് ഓരോ ഏജൻസും. അപ്പോൾ ഇപ്പം ഞാൻ എക്സിസ്റ്റിംഗ് പോളിസിയുടെ കാര്യത്തിന് എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, പോളിസി നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ഏജൻറ്റിൻ്റെ അടുത്ത് ചോദിക്കുക, അല്ലെങ്കിൽ പോളിസി നമ്പറായിട്ട് സർവീസിങ് ബ്രാഞ്ചിൽ കോണ്ടാക്ട് ചെയ്യും. അതുപോലെ ഒരുപാട് ഏജൻറ്റ്സ് എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഞാൻ പറയാറുണ്ട്, കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ ഡെവലപ്മെൻറ്റ് ഓഫീസറുടെ അടുത്ത് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാഞ്ച് മാനേജറുടെ അടുത്ത് ചോദിക്കുക. കാരണം ഞാനും നിങ്ങളുടെ പോലെ തന്നെ ഒരു ഏജൻ്റാണ്. എനിക്ക് ഈ ഇൻഫോർമേഷൻസ് കിട്ടാവുന്ന മാർഗങ്ങളെല്ലാം നിങ്ങൾക്കും ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യുക. കാരണം എന്നെ എപ്പോഴും വിളിക്കുമ്പോൾ നിങ്ങൾ ഒരാളായിരിക്കും എന്നെ വിളിക്കുന്നത്, പക്ഷേ ഞാൻ പബ്ലിക്കായിട്ട് എൻ്റെ ഈ വാട്സാപ്പ് നമ്പർ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേരാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യങ്ങൾക്ക് മാത്രം എന്നെ കോണ്ടാക്ട് ചെയ്യാം. അതുപോലെ എൻ്റെ അടുത്ത് നിന്ന് പോളിസി ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. ഞാൻ ആദ്യം കൺസൾട്ടേഷൻ ഫീ വാങ്ങിച്ചിട്ടാണ്
ഞാനിത് ചെയ്യുന്ന എൻ്റെ കയ്യിൽ പോളിസി ജോയിൻ ചെയ്യുവാണെങ്കിൽ ഞാനത് റീഫണ്ട് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ സർവീസിങ് ഏജൻറ്റോ അല്ലെങ്കിൽ അടുത്ത് പരിചയമുള്ള ഏജൻറ്റോ ഉണ്ടെങ്കിൽ അവരെ കൺസൾട്ട് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എൻ്റെ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ വാട്സാപ്പ് നമ്പർ 9526874469. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.